ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചത്. നിങ്ങൾ വലിയ സംഘവിരുദ്ധരൊക്കെ അല്ലേ? നിങ്ങളുടെ സഖാവ് എന്തേ ഇന്ന് എവിടെ പോലും മോദിയുടെ പേരൊന്ന് പറയാഞ്ഞത്? മോദി പോട്ടെ, BJPയുടെ പേര് എവിടെയെങ്കിലും ചങ്കുറപ്പോടെ നട്ടലോടെ പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റിയോ? നിങ്ങളാണോ സംഘവിരുദ്ധര്? നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ സന്തോഷം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സന്തോഷം, അതല്ലെങ്കിൽ VD കൊണ്ട് വന്നിട്ടുള്ള ED, നിങ്ങൾ ഒരുപാട് പറഞ്ഞു. എവിടെയെങ്കിലും നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മോദിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇതാണോ നിങ്ങൾ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്ന ആളുകൾ? രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയുടെ പേര് എന്തേ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റിയില്ലേ? ഇന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രസ്താവനയിലെ രാഹുൽ ഗാന്ധിനെ നിങ്ങൾ പറഞ്ഞു, ഒക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസ്താവനയിൽ മോദിയുടെ പേരോ BJPയുടെ പേരോ ഇന്ന് ഈ പറഞ്ഞ ഇരട്ട ചങ്കൻ ഇന്ന് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, ആ ഇരട്ട ചങ്കിന്റെ വലിപ്പം ഇന്ന് ഇന്ത്യയുടെ മൊത്തം മാധ്യമങ്ങൾ എടുത്തിട്ടേ. അതായത് ഇന്ത്യയിൽ ഏറ്റവും വലിയ, മോദിക്കെതിരെ സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും കരുത്തുറ്റനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പേര് രാഹുൽ ഗാന്ധിക്ക് മേലെ കിടന്നതിന് ഇന്ന് നിങ്ങളുടെ ഇരട്ട ചങ്കന്റെ. അത് പറഞ്ഞില്ല, ചങ്കിടിച്ചു, ചങ്ക് പെടഞ്ഞു, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇനി ഞങ്ങളെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്ന ബാക്കിയുള്ള ആളുകളെ സംഘികളാക്കി മുദ്രകുത്തി, അതല്ലെങ്കിൽ കോൺഗ്രസ് സംഘികളുടെ കൂടെ കൂടിയിട്ട് അങ്ങോട്ട് നിങ്ങളുടെ പാർട്ടിനെ ഇല്ലാണ്ടാക്കുന്നു, നിങ്ങളുടെ അടിവേര് ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ, അതൊക്കെ വെറും പോളത്തരം മാത്രമേ പോകും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു ED റെയ്ഡും കാര്യങ്ങളും പറയാം. അപ്പോൾ അതിൻ്റെ താഴത്ത് വന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു, നിങ്ങൾ എന്നോട് പൊളിറ്റിക്സ് പറയരുത്, അത് വേണ്ട, അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൊളിറ്റിക്സ് തെറ്റാണ്, നിങ്ങൾ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യാണ്, നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി സംഘപരിവാറിന് വേണ്ടി സംസാരിക്കുകയാണ്, ഞങ്ങൾ അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം, ആ ഒരൊറ്റ ചോദ്യം, മോദിയുടെ പേര് BJPയുടെ പേര് പറഞ്ഞിട്ടില്ല, എവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ED അല്ലെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്രം കയ്യിലിട്ട് അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ED ഇത്രയും കാലം 10 വർഷത്തിനിടക്ക് ഏകദേശം 6000 കേസുകൾ കൊണ്ടുവന്ന് അതിൽ 15 കേസ് മാത്രം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി 5985 കേസുകളും അത് തെറ്റായിട്ടുള്ള കേസുകൾ, അതിൽ 95% എതിർ പാർട്ടിക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു EDനെ ഇവിടെ നിന്ന് തുരത്തണമെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ED നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള നേതാക്കൾക്കെതിരെ എന്തെങ്കിലും കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഒരുമിച്ച് നേരിട്ട് തുരത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മടിയിലെ കനല്ലാണ്ടിരിക്കണം. നമ്മുടെ മടിയിൽ കനുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ അറിയാണ്ട് ചോദിച്ചു പോകും, ചോദ്യം ചെയ്തു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നേരവാ. എന്നെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ എൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെടാത്ത, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതിൽ കമ്മികളുണ്ടായിക്കോട്ടെ, കൊങ്ങികളുണ്ടായിക്കോട്ടെ, മൂരികളുണ്ടായിക്കോട്ടെ, സംഖ്യകളുണ്ടായിക്കോട്ടെ, ഇത് സ്കിപ്പ് ചെയ്യരുത്. എന്തുകൊണ്ട് ഈ ഒരു ഇന്നലത്തെ ഒരു റെയ്ഡിനെ പറ്റി നമ്മൾ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതിനുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ കഴിച്ചിട്ടുള്ള ക്യാപ്സ്യൂളിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട കാര്യം, ഈ കേസ് എന്ത്? പിണറായിക്കെതിരെയാണോ കേസ്? അല്ല, അല്ലേ? പിണറായിക്കെതിരെയല്ല, പിണറായിയുടെ മകൾക്കെതിരെയാണ്. 13 പ്രതികളുള്ള ഈ ഒരു CMRL കേസിൽ 12ാമത്തെ പ്രതിയാണ് ആര്? വീണ തൈക്കുണ്ടിൽ. അതെ, പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കുണ്ടിൽ ഇതിൻ്റെ 12ാമത്തെ പ്രതിയാണ്. എന്തുകൊണ്ട് ഇതിൽ പ്രതിയായി? സിമ്പിളായിട്ട് നിങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ട് ഈ CMRL അതല്ലെങ്കിൽ കരിമണൽ കർത്തയുടെ ഈ ഒരു കേസിൽ എന്തുകൊണ്ട് വീണ പ്രതിയായി? CMRLുമായിട്ട് എക്സാലോജിക്കിൻ്റെ ബന്ധമെന്ത്? ഇതായിരുന്നു ചോദ്യം. എക്സാലോജിക്ക് CMRLന് വേണ്ടിയിട്ട് എന്തോന്ന് കൊടുത്തു. എന്താണ് കൊടുത്തത്? ഒരു AMC ഉണ്ട്, അവിടുത്തെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വേർഡ് അല്ലെങ്കിൽ MS ഓഫീസ് കൊടുത്തു, അതിൻ്റെ സർവീസ് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് CMRL വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിന് 8 ലക്ഷത്തോളം രൂപ മാസത്തിൽ കൊടുക്കുന്നുണ്ട്. എന്ത്? വേർഡ് ഇൻസ്റ്റാൾ ചെയ്ത് തരുമോ, അതല്ലെങ്കിൽ വേർഡിൽ ഉള്ള പ്രശ്നങ്ങൾക്കോ? ഇതൊക്കെ അറിയാത്ത ആളുകളല്ലേ നിങ്ങൾ? അപ്പം എന്തിന് 8 ലക്ഷം വെച്ച് മാസപ്പടിയായിട്ട് ഈ CMRL നിന്നും എക്സാലോജിക്കിന് കിട്ടി? ഇവിടെ ആയിരുന്നു പ്രശ്നം. CMRL എന്ന കമ്പനിയിലെ ക്രമക്കേടുകളും വ്യാപക പണമിടപാടിലെ ക്രമക്കേടുകളും കാര്യങ്ങളും വന്നിട്ടാണ് ഇത് കേസായിട്ട് ആദ്യം വരുന്നത്. കേസായിട്ട് ആദ്യം വന്ന് ഇവർ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ ചെക്ക് ചെയ്തപ്പം അതിൽ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്ക് മാസം 8 ലക്ഷം പോകുന്നുണ്ട്. ഏകദേശം 1,72,00,000 മേലെ പൈസ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഓണർ ആരാണ്? അതാണ് വീണ തൈക്കുണ്ടിൽ.
പിണറായി വിജയന്റെ മകള്. അപ്പം ഈ കമ്പനിക്ക് നിങ്ങൾ എന്തിന് 8 ലക്ഷം കൊടുക്കുന്നത്? 8 ലക്ഷം കൊടുക്കാനുള്ള കാരണം അവർ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സപ്പോർട്ട് തരുന്നുണ്ട്. എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത്? ഞങ്ങൾക്ക് MS ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, വേർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ മെയിൻ്റനൻസ് 8 ലക്ഷം MS ഓഫീസിനും 8 ലക്ഷം വെച്ചിട്ട് MS വേർഡിനും കൊടുക്കണമെങ്കിൽ അത് എന്ത് MS വേർഡും അല്ലെങ്കിൽ എന്ത് MS ഓഫീസും ആണെന്നാണ് ചോദിച്ചത്. അപ്പം EDക്കും അതല്ലെങ്കിൽ അപ്പം നമ്മുടെ ഈ അന്വേഷണ ഏജൻസികൾക്ക് ഒരു ഡൗട്ട്, ഇത് മറ്റു വല്ലതും ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായിട്ട് 8 ലക്ഷം വെച്ചിട്ട് എല്ലാ മാസവും കൊടുക്കുന്നതാണ് സംശയം. അങ്ങനെയാണ് ഈ കേസിലോട്ട് ഈ എക്സാലോജിക്കും വീണ തൈക്കുണ്ടലും കയറുന്നത്. ഇതാണ് കേസ്. ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. വാട്സപ്പ് ചാറ്റുകളും മറ്റെല്ലാ സാധനങ്ങളും പുറത്തോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കേസിൽ ഒരു സ്റ്റേ വന്നു. ആ സ്റ്റേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ആയിരുന്നു ഈ റെയ്ഡ്. മെനഞ്ഞാന്ന് ഹൈക്കോടതി, കേരള ഹൈക്കോടതി ആ സ്റ്റേ ഒഴിവാക്കി കൊടുത്തു. CMRൽ കൊടുത്ത കേസിന്റെ സ്റ്റേ ഒഴിവാക്കി കൊടുത്തു. ഈഡിനോട് പുനരന്വേഷണം ആരംഭിച്ചോളാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ED നെക്സ്റ്റ് ഡേ പുലർച്ചെ തന്നെ നേരിട്ട് വന്നു. എങ്ങോട്ട്? വീണ വിജയൻ, അതായത് വീണ തൈക്കുണ്ടിൽ എവിടെയാണോ താമസിക്കുന്നത് അവരുടെ വീട്ടിലോട്ടും അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ വീട്ടിലോട്ടും. ആ സ്ഥലം പിണറായി വിജയന്റെ വീടായി പോയത് VD സതീശന്റെ, രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമല്ല, അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ പ്രശ്നമല്ല. വീണ വിജയൻ വേറെ വല്ല വീട്ടിലായിരുന്നു താമസിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടായിരുന്നു ED പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വീണ വിജയൻ ആരുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ ആയിരുന്നു താമസം. അതുകൊണ്ട് പിണറായി വിജയന്റെ വീട്ടിലോട്ട് ED വന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുമ്പ് സതീശൻ നമ്മുടെ പ്രധാനമന്ത്രിനെ കണ്ട സമയത്ത് അവിടെ പോയിട്ട് അതേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നിങ്ങളൊന്ന് നാളെ രാവിലെ തന്നെ EDക്കാരോണ്ട് 8 മണിക്ക് തന്നെ നേരിട്ട് പിണറായി വിജയൻ്റെയും റിയാസിൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ ചെല്ലണം, അവിടെ ചെന്ന് നിങ്ങൾ റെയ്ഡ് നടത്തണം, വേണമെങ്കിൽ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം, ഇന്ന 10 സ്ഥലങ്ങളിലോട്ടാണ് നിങ്ങൾ ചെല്ലേണ്ടത് എന്ന് VD പറഞ്ഞിട്ട് മോദി നമ്മുടെ EDനെ വിളിച്ച് പറഞ്ഞതാന്ന്. അത് പറയുന്ന സഖാക്കളെ അല്ലെങ്കിൽ അത് പറയുന്ന മറ്റ് അടിമകളെ ആ പറച്ചിൽ നിങ്ങളിപ്പോഴും അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സതീശൻ കണ്ട് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ED വരുമോ? ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചിട്ട് സംസാരിക്കുക. ഞാൻ പറയുന്നതിന് ഞാൻ കൊങ്ങിയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ നേതാക്കളെ പറ്റി ചിന്തിക്കുക. ഇനിയും നിങ്ങൾ അത് പറയുകയാണെങ്കിൽ നീയൊന്നും ഈ ഭൂലോകത്ത് ജീവിക്കാൻ അല്ല, വിവരം കെട്ടവന്മാരായിട്ട് ജീവിക്കാം. അതല്ലാണ്ട് ഒരു ലേശം ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു ദിവസം പ്രധാനമന്ത്രി പറഞ്ഞ അങ്ങ് ED ഓടിച്ചേരുന്ന സ്ഥലങ്ങളല്ല, ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രേഖകളല്ല ഇത് എന്നുള്ളത് ചിന്തിക്കുക. ഹൈക്കോടതിൻ്റെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ളൊരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ED കയറി വന്നത്, അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞിട്ട് വന്ന ED അല്ല എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെ കയറി വന്ന ഒരു സ്ഥലത്തോട്ട് അങ്ങനെ കയറി ചെന്നിട്ട് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മടിയിൽ നിങ്ങൾക്ക് ഒട്ടും കനയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ED വരട്ടെ, ED റെയ്ഡ് ചെയ്യട്ടെ. ED റെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്നൊന്നും കിട്ടാണ്ട് ഈ കേസ് തള്ളിപ്പോണ സമയത്ത് നിങ്ങൾ പ്രതിഷേധിക്കണം, നിങ്ങൾ നിരത്തിലിറങ്ങണം. എന്തുണ്ട് ED ചോദിക്കണം, EDനോട് ചോദ്യം ചെയ്യണം. അതല്ലാണ്ട് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആളുകളെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഈ മൊത്തം കേരളത്തിൽ ക്രമസമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് സതീശൻ്റെ കുഴപ്പമില്ല, നിങ്ങളുടെ അടികളുടെയും നിങ്ങളുടെ അന്തം കമ്മികളുടെയും നിങ്ങളായിട്ടുള്ള അടിമകളുടെയും കുഴപ്പമാണ് നിങ്ങൾക്ക്. അതിൻ്റെ പേരിൽ നിങ്ങളെ പൊക്കി തിഹാർ ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉണ്ട നിന്നേണ്ടി വരും. ഇറക്കാൻ ഒരുത്തനും വരില്ല. EDയാണ് കേസ്. ആ ചിന്തിക്കാനുള്ള ലോജിക്ക് പോലും ഇല്ലാത്ത രീതിയിൽ ഇവരുടെ ബ്രെയിനിലോട്ട് നിങ്ങൾ ഈ പറഞ്ഞ ക്യാപ്സ്യൂളുകൾ കുത്തിക്കയറ്റി വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ED വന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നിങ്ങളുടെ ഇരട്ടച്ചങ്കൻ പുറത്ത് വന്ന് സംസാരിച്ചതിൽ എവിടെയെങ്കിലും ഒരു മോദിയുടെ പേര്? ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി. 56 ഇഞ്ച് എന്നും പറഞ്ഞിട്ട് സംഘികൾ പൊക്കി നടക്കുന്ന വെറും ശൂന്യമായിട്ടുള്ള ഇഞ്ചും കൊണ്ട് നടക്കുന്ന ആ മോദിയുടെ പേര് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ലെങ്കിൽ മോദി തീറ്റി പോറ്റി നടക്കുന്ന ഈ EDയുടെ പേര്, അത് BJPയുടെ പേര്, സംഘപരിവാരത്തിന്റെ പേര്, ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ, ആ സംഘപരിവാരത്തിൽ ഇന്ത്യ ഭരിക്കുന്ന മോദിയുടെ പേര്, ഏറ്റവും വലിയ സംഖ്യയുടെ പേര് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ നേതാവ് അത് പറഞ്ഞില്ല? നിങ്ങളുടെ കോമ്രേഡ്, നിങ്ങളുടെ പിണറായി വിജയൻ ഒരു വേർഡ് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ ഒരു കാര്യത്തിൽ ഒരു പെർസെൻറ്റേജിൽ ആ ഒരു കാര്യം സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ സംസാരിക്കുന്ന, മോദി സർക്കാരിനെ പേടിയില്ലാത്ത, മോദിയെ പേടിയില്ലാത്ത, EDയെ പേടിയില്ലാത്ത, NIAനെ പേടിയില്ലാത്ത ഏറ്റവും നല്ലവനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഇരട്ട ചങ്കൻ എന്നുള്ള പേര് ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ പുറത്തെടുത്തിട്ടേനെ. ആ ഒരു ചാൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചാൽ മതി. അതിന് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിനെ എല്ലാ കുറ്റം പറയേണ്ടത്. നിങ്ങളുടെ നേതാവിൻ്റെ മടിയിലുള്ള കനത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക. വാങ്ങിയ കാശ് 1,72,00,000 ആണെങ്കിലും അത് വാങ്ങിയതിന് എന്തിൻ്റെ പേരിലാണ് ചിന്തിക്കുക. നിങ്ങൾ അവിടെ കിടന്ന് പട്ടികളെ പോലെ കിടന്ന് നിങ്ങൾ അവിടെ നിന്ന് ഷോ കാണിച്ചിട്ട് നിങ്ങളെ പൊക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ അവിടെ കിടന്ന് ഉണ്ട എണ്ണും അല്ലെങ്കിൽ ഉണ്ട തിന്നും. ഇവന്മാർ എപ്പുറത്തുകൂടെ അങ്ങോട്ട് പോരും. അതും കൂടെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധം അത് നിങ്ങളുടെ മനസ്സിലോട്ട് ഉണ്ടാക്കണം.
ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവും CMRNന്റെ സൈഡിൽ നിന്ന് മറ്റ് പല നേതാക്കളും, കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും വരെ കാശ് വാങ്ങിച്ചതിന്റെ കണക്കുണ്ട് അല്ലേ? കണക്കുണ്ട്. ആ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അത് പാർട്ടി ഫണ്ടിലോട്ടാണ് പോയിട്ടുള്ളത്. അത് അവിടെ തീർന്നു ആ കണക്ക്. ആ പാർട്ടി ഫണ്ടിലോട്ട് പോയി അതിനുള്ള കണക്ക് അവിടെ കണ്ടു. അതല്ലാണ്ട് ഇങ്ങനെ ഒരു കമ്പനിയിലോട്ട് ഇങ്ങനെ ഇത്രയും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ വാങ്ങിച്ചിട്ട് അതിന് ടാക്സ് അടിച്ച് അതിബുദ്ധി വരെ കാണിച്ചു. ആ ടാക്സ് അടച്ച് അതിബുദ്ധി കാണിച്ചിട്ടില്ല ആ കാശിന്റെ എന്തിനായിരുന്നു? മറ്റേത് പാർട്ടി ഫണ്ടാന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. അല്ലെങ്കിൽ അവിടെ അതിന്റെ പ്രസക്തി അവിടെ ഇല്ലാണ്ടായിപ്പോയി. പക്ഷേ അതല്ലാണ്ട് വാങ്ങിച്ചിട്ടില്ല ഈ കാശ് ആരുടെ അക്കൗണ്ടിലോട്ട് എന്തിനു പോയി എന്നുള്ളത് അവിടുത്തെ ചോദ്യം. ടാക്സ് അടച്ച പൈസ അവിടെ പോയി, അവിടെ പൊട്ടി. വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കുണ്ടലിനെ സംരക്ഷിച്ചിട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളുടെയും സംഭവം അവിടെ തീരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വാ പ്ലീസ്. അതല്ലാണ്ട് അങ്ങോട്ട് കയറിയിട്ടുള്ള ഈഡിനെ ഇടിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറക്കിയിട്ടുള്ള ആളുകളുടെ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇന്നലെ കുറേ കണ്ടു, കുറേ കേട്ടു. അതിൽ ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് അതുകൊണ്ട് പുച്ഛം തോന്നി. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തോന്നി. എടോ, ED എന്ന് പറഞ്ഞത് VD അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം തോന്നി. ആരെങ്കിലും ഇയാൾ അറിയെങ്കിൽ അയാൾക്കൊന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. ഇതായിരുന്നു ആ മഹാൻ പറഞ്ഞിട്ടുള്ള വേർഡ്. ഇവിടെ അധികാരത്തിൽ കയറിയിട്ട് രണ്ടാമത്തെ മൂന്നാം ദിവസം ഈ തരത്തിലാണ് VD സതീശൻ കളിക്കുന്നതെങ്കിൽ കേരളം കത്തിക്കണ്ടവരുടെ ചെയ്യുന്നത്. ഉറപ്പായിട്ടും പിണറായി വിജയൻ്റെ വീട്ടിലോ ദേഹത്തോ ഈ രീതിയിലേക്ക് കളിക്കാൻ വരികയാണെങ്കിൽ VD സതീശൻ അവിടെ നല്ല രീതിയിൽ കിടന്നുറങ്ങില്ല. തീർച്ചയായിട്ടും പറഞ്ഞു. എടാ മരമണ്ടനായിട്ടുള്ള പരമ മോനെ, നിന്റെ ഒക്കെ മൂട്ടിൽ കയറി കത്തിക്കഴിഞ്ഞാൽ നീ അപ്പം വീടിൻ്റെ പേര് പറയോ? എടാ വിവരം കെട്ടവനെ, ചിന്തിക്ക്. VD അല്ല ED. നിങ്ങളുടെ നേതാവിൻ്റെ മോള് വാങ്ങിച്ച പൈസൻ്റെ കണക്ക് അവിടെ ചോദിച്ചിട്ട് ആൾ വന്നിട്ടുള്ളത്. അത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ നേതാവിന് പറ്റും. കലമില്ലെങ്കിൽ ഇതാണ് ഇത്രയുള്ളുന്ന നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് അവിടെ പോയി അവിടെ നിന്ന് ഇടിച്ചേൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അപ്പം നീയൊക്കെ നട്ടെല്ലും പൊക്കിയിട്ട് വാ. ഇപ്പം കൂടെ നിനക്ക് എൻ്റെ മോദിയുടെ പേര് നിനക്ക് പറയാൻ പറ്റുന്നില്ലേ? RSS BJP സംഘപരിവാർ ഇവരുടെ ഒന്നും കയ്യിൽ ഇങ്ങനെ വെമ്മാരിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന EDയുടെ പേര് നിനക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ തീർന്നടാ നിൻ്റെ ഒക്കെ എന്താ പറയുക RSS വിരോധം അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാർ വിരോധമൊക്കെ. നിൻ്റെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉള്ളിരിപ്പ് ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുക. വിവരവും കോണവും ഉണ്ടെങ്കിൽ, ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചിട്ട് ചോദ്യം ചെയ്യും. ആദ്യം നീ ചോദ്യം ചെയ്യും. ഓക്കെ, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയാണ് ഈ പറഞ്ഞ VD സതീശനും. കാരണം നിങ്ങളെ വെറും 35 സീറ്റിലോട്ട് ഒതുക്കി തീർത്തിട്ടുള്ള നേതാവാണ്. 102 സീറ്റിൻ്റെ ചരിത്ര വിജയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പിണറായി വിജയം പോലും ധർമ്മടത്ത് മൂങ്ങിയിട്ടാണ് ജയിച്ചതെങ്കിൽ നിങ്ങൾ പേടിക്കും. ആ പേടി വേണം. അതിന് നിങ്ങൾ പറഞ്ഞോ, രാഹുൽ ഗാന്ധിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞോ, VD സതീശൻ്റെ പേര് പറഞ്ഞോ, നിങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ പേര് മൊത്തം പറഞ്ഞോ. അതിൻ്റെ ഒക്കെ മുകളിൽ നിങ്ങൾ പറയേണ്ടിയിരുന്ന പേര് മോദിയുടെ പേരായിരുന്നു. അത് നിങ്ങൾ വാ കൊണ്ട് മുഴങ്ങിയിട്ടില്ല. അവിടെ വന്നു എന്താണ് BJP CJP എന്നുള്ളതിൻ്റെ ഫുൾ ഫോം അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ. അപ്പം ഇത്തരത്തിലുള്ള ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ രാഷ്ട്രീയം ഞാൻ വ്യക്തമായിട്ട് പറയും. പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ അതിൽ കുറച്ചെങ്കിലൊക്കെ ഉളുപ്പുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അതല്ലാണ്ട് കണ്ണടച്ചങ്ങോട്ട് രാഷ്ട്രീയം പറഞ്ഞ് തീർപ്പിക്കാറില്ല ഞാൻ. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഇവിടെ നടന്നത്, ഏതാണ് നടന്നത്. ഇത് കണ്ടിട്ട് ഇനിയും എൻ്റെ വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ അവന്മാരെ നമ്മൾ വിളിക്കുക ഇത് അന്തം കമ്മികൾ, അടിമ കമ്മികൾ എന്ന്. അതല്ലാത്ത നല്ല മാർക്സിസ്റ്റുകാരും സഖാക്കളും ഉണ്ടെങ്കിൽ കാര്യം ചിന്തിക്കും. അവർ ഉള്ളതുപോലെ സംസാരിക്കാൻ അവർക്ക് പറ്റും. അതല്ലാണ്ട് മോദിയെ താങ്ങി, ഈഡിനെ താങ്ങി, അതല്ലെങ്കിൽ സംഘപരിവാരനെ താങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുണ്ടല്ലോ വെറും പുച്ഛം മാത്രമേ ഉള്ളൂ, പുച്ഛം.